സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ടൈറ്റിൽ ചേർക്കുന്നതിനായി സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ എന്ന ഒരു ആനിമേഷൻ ടൈറ്റിൽ ചുവടെ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. അനുയോജ്യമായ പശ്ചാത്തലം തയ്യാറാക്കുക. സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ എന്ന വാചകത്തിനായി ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിലെ SFD-PNG എന്ന ചിത്രം ഉപയോഗിക്കുക. സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ എന്ന വാചകം ക്യാൻവാസിൻ്റെ മധ്യഭാഗത്ത് നിന്നും സൂം ചെയ്ത് ക്യാൻവാസിൻ്റെ മധ്യത്തിൽ തന്നെ വലുതായി വന്നു നിൽക്കുന്ന രീതിയിൽ ആനിമേഷൻ തയ്യാറാക്കി പ്രവർത്തിപ്പിക്കുക. ഈ ആനിമേഷൻ ഹോമിലെ X10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ ഫയൽ നാമമായി നൽകി SIFZ ഫോർമാറ്റിൽ സേവ് ചെയ്യുക. ഇംഗ്ലീഷ് ചോദ്യം: In order to add an initial title for the video prepared as part of Software Freedom Day, create an animation title in Cinefix Studio software as per the instructions given below. Prepare a suitable background. Use the images SFD.png given in the images 10 folder in Home for Software Freedom Day banner. Create the animation in such a way that the banner zooms in and fits the entire canvas. Run the animation. Save the file in SIFZ format in the X10 folder in Home with your register number _ question number as the file name. Applications, Graphics, Cinefix Studio. ആദ്യം ഈ ക്യാൻവാസിൻ്റെ ഒരു പശ്ചാത്തല നിറം കൊടുക്കണം. പശ്ചാത്തല നിറം കൊടുക്കുന്നതിന് ഇവിടെ ഫിൽ കളർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ നിറം സെലക്ട് ചെയ്യുക. RUB, YUV, HSV എന്നിങ്ങനെയുള്ള ഓപ്ഷനുകളിൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ HSV സെലക്ട് ചെയ്തു. ആവശ്യമായ നിറം ഇതുപോലെ തിരഞ്ഞെടുക്കുന്നു. ഒരു നിറം സെലക്ട് ചെയ്തു. ഇനി റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചിട്ട് ക്യാൻവാസ് ഫില്ല് ചെയ്യുന്നു. ഇനി ഇമേജസ് SFD.png എന്നതിനെ ഇതിലേക്ക് കൊണ്ടുവരണം. അതിന് ഈ ഫയലിൽ ഓപ്പൺ ഓപ്ഷനല്ല ഉപയോഗിക്കുന്നത്, ഇമ്പോർട്ട് ഓപ്ഷനാണ്. അതുകൊണ്ട് ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇമേജസ് 10 തന്നെയാണ് തുറന്നു വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായ ചിത്രം ഇവിടെയുണ്ട്, അത് സെലക്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ലെയർ പാലറ്റിൽ അത് കാണാം. ലെയർ പാലറ്റിൽ നിന്നും ഇവിടെ SFD.png എന്നത് സെലക്ട് ചെയ്യണം. ഇനി അതിനെ ഇവിടെ ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചെറുതാക്കുക. അടുത്ത ഘട്ടം ആനിമേഷൻ തുടങ്ങുക എന്നതാണ്. അതിനിവിടെ ആനിമേഷൻ എഡിറ്റ് മോഡ് ഓണാക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് അത് ഓണാക്കുന്നു. ഇവിടെ തുടക്കം എത്രാമത്തെ ഫ്രെയിമിലാണെന്ന് കാണുക. അവസാന ഫ്രെയിം 120 ആണ്. അതുകൊണ്ട് ഇവിടെ 120 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ കീയിൽ അമർത്തുന്നു. 120ാമത്തെ ഫ്രെയിമിൽ നമുക്കിതിൻ്റെ വലിപ്പം കൂട്ടിക്കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ വലിപ്പം കൂട്ടുക. ഇപ്പോൾ ഏകദേശം വലിപ്പമായി കഴിഞ്ഞു. ഇനി ആനിമേഷൻ കാണാനായി ഇവിടെ ക്ലിക്ക് ചെയ്ത് ആദ്യത്തെ ഫ്രെയിമിലേക്ക് പോകുന്നു. ഇനി പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ആനിമേഷൻ കാണുന്നു. ആനിമേഷൻ പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഇത് സേവ് ചെയ്യണം. SIFZ ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടത്. അതിനായി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. X10 ഡോക്യുമെൻറ്റ്സ് ആണ് ഇവിടെ. നമുക്ക് X10 ആണ് വേണ്ടത്. ഹോമിലെ X10 ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. X10ൽ രജിസ്റ്റർ നമ്പർ നൽകി സേവ് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ SIFZ ഫോർമാറ്റിലാണ് സേവ് ചെയ്യുന്നത്. ഇനി ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. ഹോമിലെ X10ൽ നമ്മളുടെ ഫയൽ കാണുന്നുണ്ട്.